എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. JHI JPHN എക്സാംസിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫീനോൾ ഇസ് യൂസ്ഡ് ആസ് എ ഡിസിൻഫെക്റ്റൻ്റ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ യൂസിങ് ഡ്രൈ ഹീറ്റ്. ഡ്രൈ ഹീറ്റ് എന്ന് നമുക്കറിയാം ഹോട്ട് എയർ ഓവൻ ആയിരിക്കും കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. പാസ്ചറൈസേഷൻ കൂടുതലായിട്ടും മിൽക്കിലെയാണ് സ്റ്റെറിലൈസേഷൻ ടെക്നിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓട്ടോക്ലേവ് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെറിലൈസേഷൻ ടെക്നിക്കാണെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ റാറ്റ് യൂറിൻ. ലെപ്റ്റോസ്പൈറോസിസ് എന്നുള്ള കണ്ടീഷനാണ് റാറ്റുമായിട്ട് ഓർത്തിരിക്കേണ്ടത്. ലെപ്റ്റോസ്പൈറയാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഡ്രഗ് ദാറ്റ് പ്രൊഡ്യൂസ് സ്ലീപ്പ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഹിപ്നോട്ടിക്സ്, അനാൽജസിക്സ്, ആൻറ്റിപൈററ്റിക്സ് ആണ് ഓപ്ഷൻസിൽ വന്നിരിക്കുന്നത്. ആൻഡ് സ്ലീപ്പായിട്ട് റിലേറ്റഡ് ഹിപ്നോട്ടിക്സ് ആണ്, അതുകൊണ്ട് ഓപ്ഷൻ എ ഹിപ്നോട്ടിക്സ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിന് അനാൽജസിക്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് പെയിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ആൻറ്റിപൈററ്റിക്സ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കുറയ്ക്കാൻ അല്ലെങ്കിൽ പനി കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഡ്രഗാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബിറ്റോട്ട് സ്പോട്ടാണ്. ബിറ്റോട്ട് സ്പോട്ട് എഫക്റ്റ് ചെയ്യുന്നത് ഏത് ബോഡി പാർട്ടിനെയാണെന്നാണ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്. ബിറ്റോട്ട് സ്പോട്ട് എന്ന് പറയുന്നത് കണ്ണിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. ആൻഡ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയാണ് ബിറ്റോട്ട് സ്പോട്ടിലേക്ക് ലീഡ് ചെയ്യുക എന്നുള്ളത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ബിറ്റോട്ട് സ്പോട്ട് എന്നുള്ള കണ്ടീഷനിൽ ട്രയാങ്കുലർ വൈറ്റ് അല്ലെങ്കിൽ പേളിഷ് കളറായിട്ടുള്ള പാച്ചസ് ആണ് കണ്ണിൽ കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാച്ചുറൽ മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ ആണ്. സൺലൈറ്റ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സസീവ് സ്കെയിലിംഗ് ഓഫ് സ്കാൽപ്പ് ആണ്. എക്സസീവ് സ്കെയിലിംഗ് ഓഫ് സ്കാൽപ്പ് എന്ന് പറയുന്നത് തന്നെ ഡാൻഡ്രഫ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 gram ഓഫ് പ്രോട്ടീൻ സപ്ലൈസ് ഡാഷ് കലോറി ഓഫ് എനർജി. 1 gram ഓഫ് പ്രോട്ടീനിൽ നിന്ന് 4 kcal ഓഫ് എനർജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് ഓർത്തിരിക്കുക. ഫാറ്റിനാണ് 9 kcal ഓഫ് എനർജി കിട്ടുന്നുണ്ടാവുന്നത്. ദ ടേം അഡിക്ഷൻ ഹാസ് നൗ ബീൻ റീപ്ലേസ്ഡ് ബൈ. അഡിക്ഷൻ എന്നുള്ള ടേം റീപ്ലേസ് ചെയ്തിരിക്കുന്നത് ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്നായിട്ടാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തൈമിൻ ഇസ് ലോസ്റ്റ് ഫ്രം ഫുഡ് സ്റ്റഫ് ഡ്യൂറിങ്. നമുക്കറിയാം വൈറ്റമിൻ B1 ആണ് തൈമിൻ എന്ന് പറയുന്നത്. വൈറ്റമിൻ ബി അതേപോലെ സി തുടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ ലോസ്റ്റ് ആവുന്ന വൈറ്റമിൻസ് ആണ്. അതുകൊണ്ടാണ് അതിനെ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. സോ വാഷിംഗ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ന്യൂട്രിയൻ ദാറ്റ് ഹാസ് ബീൻ റിമൂവ്ഡ് ഫ്രം സ്കിംഡ് മിൽക്ക് പൗഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ഫാറ്റ് ആണ് റിമൂവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.